അതുല്യ വിജയമാക്കിയ നിങ്ങളേവർക്കും അഭിവാദ്യം. ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന ഉത്സവമാണ്. നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരാശംസ. ഹാപ്പി 2025. മണ്ണിലും കാറ്റിലും സ്നേഹത്തിന്റെ താളം പിടിക്കുന്ന നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്ന്. പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെങ്ങും സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തിരുന്നു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യാവശ്യങ്ങൾക്കായി ഒന്നിച്ചു കോർത്തിണക്കിയ നന്മ കോഴിക്കോടിന്റെ മണ്ണിലുണ്ട്. ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട് ഐക്യമനസ്സ് ഇന്നും ഈ നാട് നിലനിൽക്കുന്നു. കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് ബേപ്പൂരിലെ ഉരു നിർമ്മാണം. ബേപ്പൂരിൽ നിന്ന് ഉരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വന്നെത്തിയത്. സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനകൾ. 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്ക് വളർന്നു. സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ്. ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലിയത്ത് തന്നെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുമേരിയയിലേക്ക് ഉരുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നായ ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം അരങ്ങേറുന്നത്. മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ കൊല്ലം 4ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. സാഹസിക ജല കായിക മത്സരങ്ങളുടെ ലോക ഭൂപടത്തിൽ ഇതിനോടകം ബേപ്പൂർ ഇടം കണ്ടെത്തി കഴിഞ്ഞു. വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലഘട്ടം. കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ നവീന പദ്ധതികളിൽ ഏറ്റവും ഫലപ്രദമായി മാറുകയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചൊന്നാക്കുന്ന ബേപ്പൂരിന്റെ ആതിഥേയ മനസ്സും ഈ നേട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉരുമുട്ടും കപ്പലുകളും ലൈറ്റ് ഹൗസും എല്ലാം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ ബേപ്പൂർ ജലകായിക മേള, നാവിക പ്രദർശനങ്ങൾ, പാചകമേള, കലാസംഗീത സന്ധികൾ തുടങ്ങി ഒട്ടേറെ നവ്യ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അതിഥികൾക്കായി ഒരുക്കുന്നത്. സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ഈ ലോകത്തേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ ജലോത്സവത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഷീർ അതെ
എം ടി ആണ് തോന്നുന്നത്. എം ടി ആവാൻ സാധ്യത.